അബൂദർ, ജുന്ദുബിൻ ജുനാദ റളിയല്ലാഹു അൻഹും അതുപോലെ അബൂ അബ്ദുറഹ്മാൻ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു നിവേദനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇത്തഖില്ലാ ഹൈസുമാ കുൻത, നീ എവിടെയാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുക. വഅത്ബഇ സയ്യിഅത്തൽ ഹസനത തംഹുഹ, ഒരു തിന്മ ചെയ്താൽ അതിനുശേഷം നീ ഒരു നന്മ ചെയ്യുക. വഖാലിഖ് തംഹുഹ, അത് തിന്മയെ മായ്ച്ചു കളയുകയാണ് ചെയ്യും. വഖാലിഖിൻ നാസ് ബിഖുലുഖിൻ ഹസനിൻ, എന്നിട്ട് ജനങ്ങളോട് ഏറ്റവും നല്ല രീതിയിൽ നീ പെരുമാറുക എന്നുള്ളതാണ് ഹദീസിൻ്റെ വിവക്ഷ എന്നുള്ളത്. ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയിട്ടുള്ളത് പ്രധാനപ്പെട്ട 3 ഉപദേശങ്ങൾ കൂടിയാണ്. ഒന്ന്, തഖ്വ കൊണ്ടുള്ള വസിയത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തഖില്ലാ ഹൈസുമാ കുൻത, ചെറുപ്പ വലുപ്പം വ്യത്യാസമില്ലാതെ ആർക്കും നൽകാവുന്ന എല്ലായ്പ്പോഴും ഉണ്ടാകേണ്ട മൂല്യവത്തായ ഉപദേശം കൂടിയാണ് തഖ്വ കൊണ്ടുള്ളത്. സഹാബത്ത് തമ്മിൽ കാണുമ്പോഴെല്ലാം പരസ്പരം ഇങ്ങനെ തഖ്വ കൊണ്ട് ഉപദേശിച്ചിട്ടുണ്ടായിരുന്നെന്ന് നമുക്ക് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കുന്നതാണ്. സകല പ്രവാചകന്മാരും നബിമാരും തങ്ങളുടെ സമുദായത്തെ ഉണർത്തിയ പ്രധാനപ്പെട്ട ഒരു ഉപദേശം കൂടിയാണ് തഖ്വ കൊണ്ടുള്ള വസിയത്ത് എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലഖദ് വസ്സൈനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലിക്കും വഇയ്യാക്കും അനിത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കുക എന്ന് നിങ്ങൾക്ക് മുമ്പ് വേദന നൽകപ്പെട്ടവരോടും നിങ്ങളോടും നാം വസിയത്ത് ചെയ്തിരിക്കുന്നു. അനിത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുവാൻ വേണ്ടിയും. മനുഷ്യർ തൻ്റെ രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിൻ്റെ കൽപ്പന പാലിക്കുന്ന അവസ്ഥയെയാണ് തഖ്വ എന്ന് പറയുന്നത്. ആളുകൾ കാണുന്നുണ്ടോ ഇല്ലയോ എന്നതല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുന്നു എന്ന ബോധമാണ് യഥാർത്ഥ തഖ്വ എന്നുള്ളത്. അതായത് ഇഹ്സാൻ, അൻ തഅബ്ദുല്ലാഹ കഅന്നക തറഹു ഫഇൻ തകുൻ തറഹു ഫഇന്നഹു യറാക. അൻ തഅബ്ദുല്ലാഹ, നീ അല്ലാഹുവിനെ ആരാധിക്കണം, കഅന്നക തറാഹു, അവൻ നിന്നെ കാണുന്നത് പോലെ, ഫഇൻ തകുൻ തറഹു ഫഇന്നഹു യറാക, നിനക്ക് അവനെ കാണാൻ സാധിക്കുന്നില്ലെങ്കിലും ഫഇന്നഹു യറാക, അവൻ നിന്നെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. എവിടെയാണെങ്കിലും ഇവിടെ ഉദ്ദേശം ഹൈസുമാ കുൻത, നീ എവിടെയാണെങ്കിലും എപ്പോഴാണെങ്കിലും രഹസ്യത്തിലും പരസ്യത്തിലും സന്തോഷവേളകളിലും അതുപോലെ ദുഃഖവേളകളിലും എല്ലായ്പ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. സന്തോഷ ഘട്ടങ്ങളിൽ മാത്രം അല്ലാഹുവെയോ മറ്റുള്ള ഘട്ടങ്ങളിൽ അതിനെ മറക്കുകയും ചെയ്യുക എന്നുള്ളത്. അതുപോലെ നേരെ തിരിച്ചും ദുഃഖഘട്ടങ്ങളിൽ മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുക, സന്തോഷഘട്ടങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിക്കാതെ മതിമറഞ്ഞ് ജീവിക്കുക എന്നുള്ളതും നാം വളരെയേറെ സൂക്ഷിക്കേണ്ട കാര്യം കൂടിയാണ്. തഖ്വ എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കരട് കൂടിയാണ്. ആരാധന മാത്രമല്ല, കുടുംബജീവിതത്തിലും സമ്പാദ്യത്തിലും നാം സൂക്ഷിക്കേണ്ട. സമ്പാദ്യത്തിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിക്കുക, പറ്റിക്കലില്ലാതെ ചതികളില്ലാതെ വഞ്ചനകളില്ലാതെ ആയിരിക്കും നമ്മുടെ ഓരോ ദൈനംദിന ജീവിതത്തിലെ ഓരോ ഇടപാടുകളും കാര്യങ്ങളുമെല്ലാം ജനങ്ങളോടുള്ള ബന്ധങ്ങളിൽ എന്നിങ്ങനെ ജീവിതത്തിലെ നിരവധി മേഖലകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചു കൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതം നാം മുന്നോട്ട് നയിക്കേണ്ടത്. അതുപോലെ ഹദീസിൽ സഹാബിയോട് ഈ ഉപദേശം എങ്കിൽ എത്ര വലിയ പണ്ഡിതനാണെങ്കിലും തഖ്വ അനിവാര്യമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാർക്ക് ഇങ്ങനെ ഉപദേശം കൊടുത്തിട്ടുണ്ടെങ്കിൽ നാമൊക്കെ അതിൽ എത്രയോ അവരെക്കാൾ കൂടുതൽ കടപ്പെട്ടവരാണ്. ഇനി ഈ തഖ്വ കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ധാരാളം നേട്ടങ്ങളാണ് ഒരുക്കി വെച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് കാര്യങ്ങൾ എളുപ്പമാക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് അവരെ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ സുഹൂലത്ത്, അതിൽ നമുക്ക് എളുപ്പം, അതിൽ വേഗം തരുന്നതാണ്. അതുപോലെ പ്രതീക്ഷിക്കാത്ത മാർഗത്തിലൂടെയുള്ള ഉപജീവനങ്ങൾ, ജീവിതത്തിൽ ബർക്കത്തുണ്ടാകുക, പാപങ്ങൾ മറച്ചു വെക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് നാം മറ്റുള്ളവർ കാണുമെന്ന് ഭയക്കുന്ന അത്രയും മോശപ്പെട്ട പല പ്രവർത്തനങ്ങളും നമ്മിൽ ഉണ്ടാകാതിരിക്കട്ടെ. അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ തഖ്വ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെക്കുന്നതാണ്. അതുപോലെ പാപങ്ങൾ പൊറുക്കുക, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക, സ്വർഗം ലഭിക്കുക തുടങ്ങിയ ഓരോ നേട്ടങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല തഖ്വയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു എന്നുള്ളത് പണ്ഡിതന്മാർ പറയുകയാണ്. രണ്ടാമതായി
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅത്ബഇ സയ്യിഅതൽ ഹസനത തംഹുഹ, നീ ഒരു തിന്മ ചെയ്താൽ അതിന് തൊട്ടു പിറകെ നന്മ ചെയ്യുക. കാരണം തംഹുഹ, ആ തിന്മ എന്നുള്ളത് ആ നന്മ എന്നുള്ളത് ആ തിന്മയെ മായ്ക്കുന്നതാണ്. മനുഷ്യൻ്റെ ഹൃദയം തിന്മകളിലേക്ക് ആകൃഷ്ടനാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു പറഞ്ഞു, ഇന്ന നഫ്സല അമ്മാറത്തും ബിസ്സു, മനുഷ്യ മനസ്സ്, മനുഷ്യാത്മാവ് എന്നുള്ളത് അമ്മാറത്തും ബിസ്സു, മോശപ്പെട്ട കാര്യങ്ങളിലേക്ക് കൂടുതൽ നന്നായി ചായ്വുള്ളത്. അമ്മാറ ഏറ്റവും നന്നായി ചായുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം കൂടി വരുന്നത്. നന്നായി തിന്മയിലേക്ക് ചായുന്ന ഒരു പ്രകൃതമാണ് നഫ്സിൻ്റെ എന്നുള്ളത്. അതുകൊണ്ട് എന്ത് തിന്മ ചെയ്യുകയാണെങ്കിലും, ചെയ്യാതിരിക്കട്ടെ, ചെയ്യുകയാണെങ്കിലും വന്നു പോവുകയാണെങ്കിലും അതിനെ തുടർന്ന് അതിനെ മായ്ക്കുന്ന തരത്തിലുള്ള നല്ല നല്ല കർമ്മങ്ങൾ നാം ജീവിതത്തിൽ കൊണ്ടുവരിക. അതുപോലെ തൻ്റെ ഇച്ഛകളെ പിടിച്ചു കെട്ടുക എന്നത് വലിയൊരു അധ്വാനമാണ്. ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന തിന്മകൾ അവനെ പ്രയാസപ്പെടുത്തും. തിന്മയിൽ നിന്ന് വിട്ടു നിന്നാൽ നേരത്തെ പറഞ്ഞ പോലെ സ്വർഗം അതതിൻ്റെ പ്രതിഫലം കൂടിയാണ്. അപ്പോൾ ഏതൊരാൾ തൻ്റെ രക്ഷിതാവിൻ്റെ സ്ഥാനത്തെ ഭയപ്പെടുകയും മനസ്സിനെ തന്നിഷ്ടത്തിൽ നിന്ന് വിലക്കി നിർത്തുകയും ചെയ്തുവോ അവന് സ്വർഗം തന്നെയാണ് സങ്കേതമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞത് കാണാൻ സാധിക്കും. ഇനി തിന്മകൾ സംഭവിച്ചു പോയി എന്ന് ഓർത്ത് ജീവിതം നശിപ്പിക്കേണ്ടതില്ല എന്നും തിന്മകളിലൂടെ സംഭവിച്ചു പോയ തിന്മകളെ മായ്ക്കുവാൻ സാധിക്കുമെന്നുമാണ് ഇസ്ലാമിക അധ്യാപനങ്ങൾ ഈ പ്രത്യേകിച്ച് ഈ ഹദീസുകളെല്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ല വിശദീകരിക്കുന്നു, തൗബ അതായത് പശ്ചാത്താപം, സദഖ, നമസ്കാരം, ജനങ്ങൾക്ക് ഉപകാരം ചെയ്യൽ പോലെയുള്ള നന്മകൾ പാപങ്ങളെ ഇല്ലാതാക്കുന്നതാണ്. ഇതെല്ലാം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്ന ഓരോ കർമ്മം കൂടിയാണ്, ചെറിയ ചെറിയ കർമ്മം കൂടിയാണ് ഇതെല്ലാം. ഇസ്ലാമിൻ്റെ പ്രത്യേകതയാണ് ഒരു നന്മക്ക് 10 പ്രതിഫലവും ഒരു തിന്മക്കാകട്ടെ തതുല്യമായത് മാത്രം ലഭിക്കുക. ഇന്നൽ ഹസനാത്ത് യുദ്ഹിബ്ന സയ്യിആത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഹൂദിൽ പറയുന്നു, തീർച്ചയായും സൽക്കർമ്മങ്ങൾ എന്നുള്ളത് ദുഷ്കർമ്മങ്ങളെ, തിന്മകളെ നീക്കിക്കളയുന്നതാണ്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കരുണ കൂടിയുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഒരു ഖുദ്സി ഹദീസിൽ, ഇന്നല്ലാഹ കതബൽ ഇഹ്സാന അലാ കുല്ലി ഷൈഇൻ. ഒരു ഹദീസിൽ പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നന്മയ്ക്ക് 10 പ്രതിഫലവും 70 ഇരട്ടി പ്രതിഫലം ലഭിക്കുന്നതാണ്. എന്നാൽ ഒരു തിന്മ ചെയ്യുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് ഒരു ശിക്ഷയെ നൽകുകയുള്ളൂ. എന്നാൽ നന്മക്ക് 10 അതിനിരട്ടിയോളം നൽകുമെന്നാണ് മറ്റുള്ള റിവായത്തുകളിൽ കാണാൻ സാധിക്കുക. മൂന്നാമതായി നല്ല സ്വഭാവത്തോടെ പെരുമാറുക എന്നുള്ളതാണ്. ആദ്യം പറഞ്ഞു ഇത്തഖില ഹൈസുമാ കുൻത്, രണ്ടാമത് പറഞ്ഞു വഅത്ബി സയ്യിദൽ ഹസനത തംഹുഹ, മൂന്നാമതായി പറഞ്ഞു വഖാലിഖിൻ നാസ ബിഖുലിഖിൻ ഹസൻ, മനുഷ്യന്മാരോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറുക എന്നുള്ളത്. മനുഷ്യനും സാമൂഹിക ജീവിയും പരാശ്രയനും ആയതിനാൽ ഏറെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഉപദേശം കൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ സ്വഭാവത്തിൽ ഏറ്റവും നല്ലവനാകുന്നു എന്നുള്ളതാണ്. പരലോകത്തെ തുലാസിൽ ഭാരമേറുന്ന നന്മയാണ് സൽസ്വഭാവം എന്നുള്ളത്, ഖുലുഖുൽ ഹസൻ എന്നുള്ളത്. പ്രവാചകൻ ഏറ്റവും ഉത്തമവും സ്വഭാവത്തിനുടമയായിരുന്നു എന്നുള്ളത് നമുക്ക് നബിയുടെ ചരിത്രത്തിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് നയിക്കുന്ന, പാപങ്ങളില്ലാതെ ഇഖ്ലാസോട് കൂടിയുള്ള തഖ്വയോട് കൂടിയുള്ള ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെയുള്ള ഓരോ കർമ്മങ്ങളും തിന്മ വന്നു പോവുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അതിൻ്റെ പശ്ചാത്താപം അർഹിച്ചുകൊണ്ട്, ചോദിച്ചുകൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ട് ഓരോ നന്മകളും, പ്രത്യേകിച്ച് റമദാൻ മാസമാണ് ഇനി വരാൻ പോകുന്നത്, അവസാനത്തെ 10 ഏറ്റവും നല്ല രാത്രി കൂടിയാണ് അവസാന 10 എന്നുള്ളത്. അതിലെല്ലാം കഴിയും പരമാവധി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിച്ചുകൊണ്ട് ഇതുവരെ വന്നു പോയ ജീവിതത്തെ തിന്മകൾക്കെല്ലാം ഒരു പകരമായിക്കൊണ്ടുള്ള ഒരു ജീവിതം നാം ഉണ്ടാക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.